ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ജോഗ്രഫിയുടെയും പൊളിറ്റിക്സിൻ്റെയും ഹിന്ദിയുടെയും ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് ഹാരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹിന്ദു നദീതട സംസ്കാരം അഥവാ ഹിന്ദുസ് വാല്യൂ സിവിലൈസേഷൻ എന്നും ഈ ഒരു സിവിലൈസേഷനും വിളിക്കുന്നുണ്ട്. 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി കണ്ടെത്തിയ സംസ്കാരമാണ് ഇത്. 5 പോഷക നദികൾ ചേരുന്ന ഭാഗത്താണ് ഈ സംസ്കാരം കണ്ടെത്തിയത്. സിന്ധു നദീതട സംസ്കാരത്തിൽ ആദ്യമായി കണ്ടെത്തിയത് ഹാരപ്പയാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ 3 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യകാല ഹാരപ്പൻ, വികസിത ഹാരപ്പൻ, പിൽക്കാല ഹാരപ്പൻ എന്നീ 3 ഘട്ടങ്ങളാണ് ഹാരപ്പൻ സിവിലൈസേഷനുള്ളത്. ഇനി അടുത്തതായി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് മോഹൻജദാരോ. ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് 8 മാർക്കിന് വരെ ചോദ്യം ഉണ്ടാകും. മോഹൻജദാരോ പ്ലാൻഡ് അർബൻ സെൻ്ററാണ്. അതുപോലെ തന്നെ മോഹൻജദാരോ ഹിന്ദു നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. മരിച്ചവരുടെ കുന്ന് എന്ന് അറിയപ്പെടുന്നു. മോഹൻജദാരോ എന്ന നഗരത്തെ 2ആയി തരം തിരിച്ചിട്ടുണ്ട്. സിറ്റാഡൽ, പിന്നെ ലോവർ ടൗൺ, കോട്ട, കീഴ്പട്ടണം എന്നീ 2 പേരിൽ. സിറ്റാഡൽ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഉയർന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും മതിലുകളുണ്ട്. ഇവിടം ഇഷ്ടികകൾ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങൾ കാണപ്പെടുന്നു. ധാന്യപ്പുരയും അതുപോലെ തന്നെ മഹത്തായ കുളിപ്പുരയും ഇവിടെ കാണപ്പെടുന്നു. ഇനി നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് ലോവർ ടൗൺസ് ആണ്. കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. മതിലുകൾ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. സാധാരണക്കാരുടെ വീടുകളാണ് ഇവിടെ കാണപ്പെടുക. റോഡിൻ്റെ ഇരുവശത്തും വീടുകൾ കാണപ്പെടും. ഓരോ വീടിനും നടുമുറ്റം ഉണ്ടായിരുന്നു. മിക്ക വീടുകളിലും കുളിമുറികൾ ഉണ്ടായിരുന്നു. ചില വീടുകളിൽ കിണറുകളും കാണപ്പെട്ടിരുന്നു. നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് ഡ്രെയിനേജ് സിസ്റ്റമാണ്. അഴുക്കുചാൽ സംവിധാനം. മെസപ്പൊട്ടോമിയ ജനതയുടെ എഞ്ചിനീയറിംഗ് സ്കില്ലാണ് ഇവിടെ വ്യക്തമാകുന്നത്. നഗരഭരണം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇത്. പൊതു ശുചിത്വവും ആരോഗ്യവും അവർ പ്രാധാന്യം നൽകിയിരുന്നു. ചുട്ട ഇഷ്ടികകൾ കൊണ്ടാണ് അഴുക്കുചാൽ അവർ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് മോഹൻജദാരോയെക്കുറിച്ച് ചോദിച്ചാൽ essay എഴുതേണ്ടത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തതായി ഇതിൽ വരുന്നത് ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ്. ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗങ്ങൾ, നെല്ല്, തിന, മത്സ്യവും മാംസവും എന്നീ ഭക്ഷണങ്ങളാണ് അവർ ഭക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ അവർ കൃഷി ചെയ്തിരുന്നു. അവരുടെ പ്രധാന തൊഴിലായി കണ്ടിരുന്നത് കൃഷിയാണ്. കലപ്പയും കാളയും ജലസേചനവും ഉപയോഗിച്ചിരുന്നു. അവർക്ക് ആവശ്യമായ ഭക്ഷ്യോൽപാദനങ്ങളെല്ലാം അവർ നിർമ്മിച്ചിരുന്നു. കന്നുകാലി വളർത്തൽ അതുപോലെ തന്നെ അഗ്രികൾച്ചറും ആയിരുന്നു അവരുടെ പ്രധാന തൊഴിൽ. ഇനി അടുത്തതായി പറയാനുള്ളത് ഇവരുടെ വ്യാപാരത്തെ പറ്റിയിട്ടാണ്. മെസപ്പൊട്ടോമിയ, ഒമാൻ, പേർഷ്യ എന്നിവരുമായി വ്യാപാരമുണ്ടായിരുന്നു. മുദ്രകൾ വ്യാപാരത്തിൽ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഈ ഒരു ചാനലിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഷോർട്ട് നോട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തതായി നോക്കാൻ പോകുന്നത് ഹാരപ്പൻ സീൽസ് ആണ്. വെണ്ണക്കല്ലിലാണ് ഹാരപ്പൻ മുദ്രകൾ ഉണ്ടാക്കിയിരുന്നത്. മൃഗങ്ങളും ലിപിയും അവർ അതിൽ കൊത്തിവെച്ചിരുന്നു. ഹാരപ്പൻ ജനതയുടെ ഗ്രേറ്റസ്റ്റ് ആർട്ടിസ്റ്റ് ക്രിയേഷനാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഹാരപ്പയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച മേജർ സോഴ്സാണ് ഈ ഒരു മുദ്രകൾ. വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവർ ഈ മുദ്രകൾ ഉപയോഗിച്ചിരുന്നു. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് സ്ക്രിപ്റ്റാണ്. ഹാരപ്പൻ ലിപി ഇതുവരെയും ആരും വായിച്ചിട്ടില്ല. വലത്തു നിന്ന് ഇടത്ത് വശത്തേക്കാണ് എഴുതുക. ചിത്രലിപിയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഇവരുടെ റിലീജിയനാണ്. മദർ ഗോഡിനെ ആരാധിച്ചിരുന്നു. പശുപതിയെയും ആരാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ചില മൃഗങ്ങളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഒറ്റക്കൊമ്പുള്ള കുതിരയാണ് അഥവാ യൂണിക്കോങ്. പിന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ നശിക്കാനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച്, ഫ്ലഡ് ആൻഡ് എർത്ത്, ഡിഫോറസ്റ്റേഷൻ, അതുപോലെ തന്നെ റിവർ ചേഞ്ചസ് എന്ന് വെച്ചാൽ നദികളുടെ ഗതിമാറ്റം. ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന ഭാഗത്തു കൂടെ നദി ഒഴുകിയെന്നാണ് പറയുന്നത്. ഇനി ചാപ്റ്ററിൽ നിന്ന് വരുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ഹാരപ്പൻ സൈറ്റ് ഹാരപ്പ, മൗണ്ട് ഓഫ് ദി ഡെഡ് മോഹൻജദാരോ, ഗ്രേറ്റ് ബാത്ത് മോഹൻജദാരോയിലാണ്. പോർട്ട് സിറ്റി തുറമുഖ നഗരം ലോത്തൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്.
വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാം. ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകളും ക്ലാസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണുക.